ഹായ് ഫ്രണ്ട്സ്, അഖിലിക്ക് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ വീഡിയോസ് എന്ത് വീഡിയോ ഇടുന്നു വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ വന്നിട്ടാണ് കൈപ്പത്തിരി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ കൈപ്പത്തിരി ഞങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയത്. പക്ഷെ ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ അയ്യോ ഒരു വീഡിയോ എടുക്കായിരുന്നു എന്ന് തോന്നിയത്. അപ്പോൾ ഞാനിപ്പോ വലിയ ചെറിയൊരു നൊസ്റ്റാൾജിക്കാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എന്താ പറയാ, എൻ്റെ അമ്മ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെക്കുന്ന സാധനമാണ്, എനിക്ക് ഏറ്റവും സ്പെഷ്യലാണ് കേട്ടോ. അപ്പൊ ആ സാധനം ഇപ്പൊ എല്ലാവർക്കും അറിയായിരിക്കും. കൈപ്പത്തിരി എന്ന് പറയുമ്പോൾ ഓരോരുത്തർ ഓരോ നാട്ടിൽ ഓരോ രീതിയിലല്ല ഉണ്ടാക്കുക. ഇവിടെ അത് അപ്പൊ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. മൊത്തമായിട്ടൊന്നും കാണിക്കാനൊന്നും പറ്റിയില്ല. എന്താ അരിപ്പൊടിയും നല്ല ജീരകവും പിന്നെ എന്താ പറയാ നാളികേരമാണ് മെയിൻ ഇതിന്റെ. ചിലവര് വെളുത്തുള്ളി എന്താ പറയാ ചുവന്നുള്ളി ചേർക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുക, ചുവന്നുള്ളി ഒന്നും ഇടില്ല. ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് പിന്നെ ഇതിന്റെ കൂട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാളികേരപ്പാലാണ്. അപ്പൊ നാളികേരപ്പാലിനുള്ള ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് 2-3 ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടാ. ഞാനപ്പോ അത് ഇപ്പൊ പെട്ടെന്നാണ് ഓർമ്മ വന്നത് അത് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അത് അടുത്തത് ഇങ്ങനെ കരിഞ്ഞു തുടങ്ങി. അപ്പൊ അത് കരിഞ്ഞൊരു ഇതായിണ്ട്, കണ്ട കരിഞ്ഞു. ഞാനത് നോക്കിയില്ല, അപ്പൊ വീഡിയോ കണ്ട് ഇതില് നോക്കിയില്ല. അപ്പൊ അത് കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ എന്ത് ഇപ്പൊ നമുക്ക് എന്താ പറയാ നൊസ്റ്റാൾജിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ പഠിക്കുന്ന കാലത്ത് പല പല പലഹാരങ്ങളുള്ള എല്ലാവർക്കും. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരമാണ്. പച്ചു എൻ്റെ ഇവിടേക്ക് വന്നിട്ടാണ് ശരിക്കും പറഞ്ഞ ഈ സാധനം കഴിക്കണത് തന്നെ. പാല് കൂട്ടിയിട്ട് കഴിക്കണതൊക്കെ അച്ചു ഇവിടെ വന്നിട്ടാ. അപ്പോൾ എന്താ പറയാ, പലഹാരപ്പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് പലഹാരപ്പണി എന്ന് വെച്ചാൽ. അപ്പോൾ അത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് വെച്ചാലും എനിക്ക് പലഹാരപ്പണി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല രീതിയിൽ തന്നെ അത് ഉണ്ടാക്കാനായാലും അത് അതിന് എത്രത്തോളം എഫേർട്ട് എടുത്താലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ളൊരു നല്ല കോൺഫിഡൻസോട് കൂടിയാ എന്ത് പലഹാരമായാലും ഉണ്ടാക്കാം. അപ്പോൾ ഇനി അടുത്തത് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഉരുള കൂട്ടി എടുത്തിട്ട് ഇതില് ഉപ്പ് ചേർക്കും. ചിലവര് വെള്ളത്തിലാണ് ഉപ്പ് ചേർക്കുക. ഞാനിപ്പോൾ ഇതിൽ ഡയറക്റ്റ് ഉപ്പ് ഇട്ടിട്ടാണ്. എന്നിട്ട് നമ്മൾ വെള്ളത്തോണ്ട് തന്നെ എന്താ പറയാ ഉണ്ടാക്കില്ലേ, ആ രീതിയിൽ തന്നെ ഉണ്ടാക്കുക. ആ രീതിയിൽ തന്നെ പരത്തി കൊടുക്കുക. വട്ടനെ പരത്തണം എന്നുള്ളൂ, അല്ലാണ്ട് വേറെ അതൊന്നുമില്ല. എന്ന് വെച്ചാൽ നമുക്ക് അതിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് അവിടെ കല്ലിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പരത്താൻ പറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങനെ പരത്തി നമ്മൾ വട്ടനാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അടുത്തത് സെറ്റ് ആകുമ്പോഴേക്കും ഇത് ഇതിനൊരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ, അതാണ്. അപ്പൊ ഇത് കുറച്ചൊക്കെ ആയിട്ടുണ്ട്. ഇന്നത്തെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള എൻ്റെ പരിപാടിയാണ് കേട്ടോ. എനിക്ക് ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഈ സാധനം ഇന്നലെ ഉണ്ടാക്കിയ റവ കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പൊ ഇന്ന് പരിപ്പൊടി ഉണ്ടാവും. അപ്പോൾ അത് അതിൻ്റെ എന്താ പറയുക നല്ല ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞിട്ട്. എനിക്ക് എവിടെ ഇപ്പം നമ്മൾ ഇപ്പം കടയിൽ നിന്ന് മേടിക്കുന്ന അരിപ്പത്തിരി ആയാൽ പോലും നമ്മൾക്ക് എന്താ പറയുക ഈ അരിപ്പത്തിരിക്ക് നല്ല ടേസ്റ്റ് ആണല്ലോ. അത് ഇങ്ങനെ വറുത്തിട്ടുള്ള അരിപ്പത്തിരി അല്ലേ കിട്ടുക. പക്ഷെ ഇത് നമ്മൾ അടുപ്പിൽ തന്നെ ഇങ്ങനെ ചുട്ടെടുക്കണ അരിപ്പത്തിരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും, അതിൻ്റെ ആ സ്മെല്ലും പിന്നെ ആ ഫ്ലേവറൊക്കെ നല്ലൊരു രസമാണ്. അപ്പൊ കുഞ്ഞുമണി അടിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അടിയിൽ നിന്നിട്ട് തന്നെ നോക്കുകയാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ പാല് കൂട്ടിയിട്ട് തന്നെ കഴിക്കണം. പാല് കൂട്ടി കഴിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ശരിക്കും അതിന്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവും. ശരിക്കും നമുക്ക് പത്തിരിക്ക് കഴിക്കണ പോലെ ശരിക്കും ഒരു വ്യത്യാസം ഈ നമ്മൾ ചുട്ടെടുക്കണമെന്നുള്ളൂ. മറ്റേ ഈ പത്തിരിക്ക് കോമ്പിനേഷൻ ശരിക്കും പറഞ്ഞാൽ നാളികേരപ്പാൽ തന്നെയാണ് ബെസ്റ്റ്. അതും പിന്നെ നമ്മുടെ കൈപ്പത്തിരി അല്ല, കാണുമ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട്. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കരിഞ്ഞത് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. നല്ല രസമാണ്, നല്ല മണാണ്. അച്ചുവയ്ക്ക അല്ല, ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ നാളികേരപ്പാലും ഈ കൈപ്പത്തിരിയും അതിൻ്റെ കൂട്ടി കുഴയ്ക്കുമ്പോഴൊരു പ്രത്യേക തരം സ്മെല്ലുണ്ട്. ആ മണല്ലേ, ആ മണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി മണമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ടേസ്റ്റാണ്.
അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.